ലാവണ്ടർ. ലാവണ്ടർ എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ മനുഷ്യ. ആ ഇതാ ലാവണ്ടർ. ഡാഫോഡിൽസ് വേറെ. അതെ ഇതാണ് ലാവണ്ടർ. തേനീച്ചയൊക്കെ വരും. പക്ഷെ ഇതിന് മണമല്ലോ മണമുണ്ട്. നിറയെ തേനീച്ച. മറ്റേ കാർട്ടൂണിലൊക്കെ കാണുന്ന തേനീച്ച ഇരിക്കുന്നു കണ്ടോ, ഇത്രയും വലുതാ. ആ അതൊക്കെ കൃത്യമായിട്ട് അറിയാം. ആ വലിയ തേനീച്ച അതിനെ കടിച്ചാലോ. കണ്ടോ എന്ത് വലുതാ. ഇഷ്ടംപോലെ നോക്ക്. മണമുണ്ട് ഇതിന് കേട്ടോ. പെരിയില അല്ല, നമ്മുടെ നാട്ടിൽ ഇതാണ് ഹൈഡ്രാഞ്ചിയ എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ വയലറ്റ്. ശരിയാ, നമ്മുടെ പെരുവിലമില്ലേ അതിൻ്റെ ഇല പോലെ ഉണ്ട്. പക്ഷെ ഹൈഡ്രാഞ്ചിയുടെ ഒരു വേറെ വെറൈറ്റിയാന്ന് തോന്നുന്നു. ആ പെരുവിലം വലിയ ഡെക്കറേഷൻ ഒന്നും വേണ്ടെന്നല്ലേ. നടക്കാൻ പോകുന്ന വഴിയിലെ വല്ലവൻ്റെ വീടിൻ്റെ മുറ്റത്ത് നിൽക്കുന്ന സാധനങ്ങളാണ്. പക്ഷെ കാണാം. ആ ഇത് ഒരു മിനിറ്റ് ഇങ്ങി വാ. ഇതെന്തോന്നറിയാം, പ്ലം ട്രീ ആണേ. അയ്യോ ഇത് മറ്റേ ഇത് പ്ലമ്മാ. ഇതിൽ നിറയെ കായുണ്ട്. കാണാമോ? പിടിച്ച് ചെയ്തൊന്ന് ചേട്ടാ സൂം ചെയ്ത് ആ ഒരു കാ കാണാമോ നോക്കിയാട്ടെ. ഏത് കായ? എവിടെ കായ? അയ്യോ ഇത് കളർ ഇതേ ഇഷ്ടംപോലെ നിൽക്കുന്നതോ. പ്ലമ്മാ പ്ലമ്മാ പ്ലമ്മ. ഞാൻ മുമ്പ് എടുത്തു. ചെമ്പകമായിട്ടാണ് പോകുന്നത്. ആ ഇതാണ്. ഇത് നമ്മുടെ റെഡ് കറന്റ്. വെറുതെ ഓരോരുത്തരുടെ വീടിൻ്റെ മുറ്റത്ത് നിൽക്കുന്ന സാധനങ്ങളാണേ. ഇത് പഴുത്ത് കഴിയുമ്പോൾ ഈ കളർ നല്ല ചുമക്ക്. ഒരു മിനിറ്റ്, ഇത് മറ്റേ ഇതല്ലേ ബെറിയല്ലേ? അല്ല ചെറി തന്നെയാ. ചെറിയ ബെറി അല്ല, സോറി ചെറി ആയി വരുന്നേ ഉള്ളൂ. വേറെ അതിനെക്കാട്ടിൽ അവിടെ നിൽക്കുന്ന റോസാപ്പൂ കണ്ടോ. അയ്യോ ദേ ഇത് ആപ്പിൾ. ദേ അതന്നെ, ഇതാണ് ആപ്പിൾ ട്രീ. ഇതാ നമുക്കിതൊക്കെ കാണുമ്പോൾ ഭയങ്കര അതിശയമാണ് കേട്ടോ. ആദ്യമായിട്ട് കാണുന്നതിൻ്റെ എല്ലാ എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. ആപ്പിളൊക്കെ ഇങ്ങനെ നാട്ടിൽ ചാമ്പയ്ക്ക നിൽക്കുന്ന പോലെ നിൽക്കുന്ന കാണുമ്പോൾ ഒരു സന്തോഷമല്ല, അയ്യോ ഭയങ്കര അത്ഭുതം. നമുക്ക് അതിശയം അത് തന്നെ. ഇത് ഉണ്ടായി വരുന്നേ ഉള്ളൂ. ഇഷ്ടംപോലെ കായുണ്ട്. ദേ ഇത്തിരി വലുതായത് ഇതാ നിൽക്കുന്നത്. അവിടെ നിന്ന് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എല്ലാ വീടിൻ്റെയും മുറ്റത്തും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടല്ലോ. എല്ലാം കാണാൻ നല്ല ഭംഗിയാണ്. പകുതി എന്തുവാണെന്ന് അറിയത്തില്ല, അത് വേറെ കാര്യം. വെറുതെ ഒരു ഫോൺ എടുത്ത് ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ എല്ലാം അങ്ങ് കാഴ്ചകളാണ്. ഇത് കണ്ട ആ അത് തന്നെ. ഇത് കണ്ട് ചേട്ടാ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ കുളമാവോ? നേരെയാണ്. അല്ലെന്ന് ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ജാതി നട്ട് വെച്ചേക്കുന്ന പോലെ ഉണ്ട്. അല്ല ജാതി ഇല്ലെന്ന് പറഞ്ഞാലും കാണുമ്പം ഈ നാട്ടിൽ നിന്ന് വന്നതിൻ്റെ ഹാങ് ഓവർ മാറാത്തതുകൊണ്ടായിരിക്കും എല്ലാം എനിക്ക് നാട്ടിലെ ഓരോ സാധനങ്ങളോട് സാമ്യം തോന്നുന്നത്. ഇത് കണ്ടാൽ ജാതി പോലെ. ഇതിപ്പോൾ ഇവിടുത്തെ സമ്മർ ടൈം ആയതുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ. സമ്മർ അല്ലല്ലോ, എന്തോ ഈ ക്ലൈമറ്റ്. സമ്മറാന്നാണ് ഇവർ പറയുന്നത്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നു. വിൻ്ററിൽ വേറെ ആയിരിക്കും ഇതിൻ്റെയൊക്കെ ലുക്ക് എന്നൊക്കെയാണ് പറയുന്നത്. വിൻ്ററിൽ ഇതിൻ്റെ ഇലയൊക്കെ പൊഴിഞ്ഞിട്ട് കമ്പ് മാത്രമായിട്ട് ഭയങ്കര ഭംഗിയാണ്. ഞാൻ വന്നപ്പോഴേക്കാണല്ലോ ഭയങ്കര അടിപൊളിയാണ് കാണാൻ. വേറെ ലോകമാണ് ഇതൊക്കെ. ശരിക്കും ഈ സ്ഥലം കണ്ടു കഴിഞ്ഞാൽ ഇവിടെ വന്ന് തോന്നത്തില്ല വിൻ്ററിൽ. അപ്പോൾ വിൻ്ററിൽ കാണാം ബാക്കി എങ്ങനെയുണ്ടെന്ന്. കണ്ടു കഴിഞ്ഞാൽ മറ്റേ നാട്ടിലേതോ സ്ഥലത്തൂടെ നടക്കുന്ന പോലെ അല്ല കേട്ടോ. ശരിക്കും ഇത് യൂറോപ്പ് അങ്ങനെയൊന്നും അല്ല. നാട്ടിലെ ഇതുപോലെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇപ്പം കേട്ടോ. അതുണ്ടോ മറ്റേ ചെറിയ സെറ്റപ്പ് ക്യാരവൻ. ഒരു കൊച്ചു ഫാമിലിയുടെ ആയിരിക്കും. കാരണം ചെറിയ വണ്ടിയല്ലേ. അവനവൻ്റെ വണ്ടിയിൽ കെട്ടി വലിച്ചുകൊണ്ട് പോകുക, എവിടെയെങ്കിലും കൊണ്ടിടുക.
ചെറിയ സെറ്റപ്പ്. ആവശ്യമുള്ളപ്പം കയറി കിടന്നുറങ്ങാൻ അതന്നെ, റെസ്റ്റ് എടുക്കാൻ മാത്രമായിരിക്കും കുഞ്ഞു ക്യാരവൻ. ഉറങ്ങാൻ മാത്രമല്ല, അതിനകത്ത് മറ്റേ ചെറിയ കിച്ചണൊക്കെ, ടോയ്ലറ്റ് കാണും. ചെറിയൊരു സ്റ്റവും ഒരു കുക്കറും ഒക്കെ ഉണ്ടാവും. അതെ, കൊള്ളാല്ലേ. സത്യം പറയും, ഇത് മതി. വണ്ടി എവിടെയെങ്കിലും ഇട്ടിട്ട് സുഖമായിട്ട് ഉറങ്ങാമല്ലോ. ഉറങ്ങാനും പോകാനും എനിക്ക് മരത്തിൻ്റെ ഷേപ്പ് അങ്ങ് ഇഷ്ടപ്പെട്ടു. ഇവിടെയുണ്ട് നമ്മുടെ നാട്ടിലെ പോലെ കലാകാരന്മാരല്ലേ. ഓ, പക്ഷെ അത് പെയിൻ്റ് അടിച്ചവർ ചെയ്തായിരിക്കും ഇല്ലയോ? അല്ല, അതിൻ്റെ പൊക്കത്ത് കയറി മറ്റേ സ്പ്രേ പെയിൻറ് കൊണ്ട് അടിച്ചത്. ആ ശരിയാണല്ലോ, ഇതല്ലേ പെയിൻ്റ് അല്ല, സോറി, ഇതൊന്നും പെയിൻ്റ് അല്ല, കട്ടയാ. അത് ഓർത്തില്ല. നമ്മുടെ നാട്ടിൽ കട്ടയുടെ കൊണ്ട് തേച്ച് സിമെന്റ് കൊണ്ട് കെട്ടി പ്ലാസ്റ്റർ ചെയ്ത് പെയിന്റ് അടിച്ച് ഇതൊന്നുമില്ല, ജസ്റ്റ് കട്ട സിമെന്റ്. പെയിന്റിന്റെയും പ്ലാസ്റ്ററിന്റെയും ചെലവ് ലാഭിച്ചുകൊണ്ട്, പക്ഷെ നമുക്ക് ചില വൃത്തിയോടുണ്ട്, അതുമില്ല. സൂപ്പർ. ഇവരുടെ നാടിന് ചേരും ഈ രീതിയില്ലേ. കൊള്ളാം കൊള്ളാം, കട്ട മാത്രം. നമുക്ക് ആ റെഡ് മരത്തിൻ്റെ അടുത്തോട്ട് പോവാം. കൊച്ചു റെഡ് മരത്തിൻ്റെ അങ്ങനെയല്ല, അല്ല ജോസഫേ, കുട്ടിക്ക് മലയാളം അറിയാൻ കേട്ടോന്നല്ലേ ഞാൻ ഈ സൈഡിലോട്ട് വന്നത്. ആണോ? അതിൻ്റെ മുതലാളിയുടെ പേരാണോ? നമ്മുടെ വീടിന്റെ പേര് ഹെയ്ഡൻലാൻഡ് ആണോ? എന്ത് ഭംഗി. വെറുതെ ഇതൊന്നും വേണ്ടാത്ത ചുമ്മാ കാടായിരിക്കും അല്ലേ. അയ്യോ, ദാണ്ട് ആപ്പിൾ ട്രീ നിറച്ച് ആപ്പിളിങ്ങനെ നിറഞ്ഞ് നിൽക്കുന്നത് കണ്ടോ. ആ ചെറിയ പ്രൂണിങ്, നിറച്ച് ആപ്പിളുണ്ടേ. ആപ്പിൾ ആപ്പിൾ ആപ്പിൾ. അമ്മച്ചിയൊക്കെ ഉറങ്ങി കാണുമോ? വിളിച്ച് കാണിക്കാമായിരുന്നില്ലേ വീട്ടിൽ വിളിക്കുമ്പോൾ. അയ്യോ, ഇതാ ചുമന്ന മരം അല്ല. ഞാൻ വിചാരിച്ചു മുന്നേ കണ്ട ചുമന്ന മരം പോലെ ഒരു ചുമന്ന മരം. ഇതിന് പൊക്കം കുറവായതുകൊണ്ട് ഇതിലെ കായ്കൾ വേഗം കാണും. പക്ഷെ ഇല്ല, ഇത് വേറെ സാധനം കേട്ടോ. ഇതിൽ ചുമന്ന കായ് ഇല്ല. ആ, ഇത് ചുമന്നായിരിക്കുന്നത്. നമ്മളെയൊക്കെ സ്കൂളിൽ പഠിപ്പിച്ച മറ്റേ പച്ചലയാണെന്നൊരില്ല മറ്റേ സാധനം നടക്കത്തുള്ളൂ. പ്രകാശ സംശ്ലേഷണം അല്ലയോ? ആ ശരിയാണല്ലോ, വേണ്ടേ. അപ്പൊ ചുമന്ന ജീരക്കും വേണ്ട. സ്കൂളിൽ പഠിപ്പിച്ച എന്തിനാ നാട്ടിൽ പോകുമ്പോഴാണ് ആരാ പഠിപ്പിച്ചേ? ആ, ഏത് ടീച്ചറാണല്ലേ. അയ്യോ, വീണ്ടും ആപ്പിള്. ഇതെന്താ ആപ്പിള് കണ്ട് 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 ഞാൻ മറ്റേ ഒരു ഇതാണല്ലോ, ഇന്ന് ഞാൻ പടം വരച്ച് മരിക്കുമെന്ന്. അത് കണ്ടോ, മറ്റേ ഡാൻസിങ്. ഈ പൂവിന്റെ പേര് എനിക്ക് അറിയാൻ ചേട്ടാ. എന്തോ ഡാൻസിങ് ബ്യൂട്ടി, അത് ഇതാണോ എന്തോ. അങ്ങോട്ടോ ആപ്പിള് തൂത്തുകൂട്ടി വാരി ഇട്ടേക്കുന്നു. വീണ്ടും ആപ്പിള്. ഓ, ചെടികളും പൂക്കളും കണ്ട് കണ്ട് നമ്മൾക്ക് കുശുമ്പ്. സത്യം കുശുമ്പ്. അയ്യോ, ഇതുണ്ട്. ദൈവമേ, ഞാൻ കണ്ണു വയ്ക്കുമെന്നല്ല കേട്ടോ, പക്ഷെ നല്ല ഭംഗിയുണ്ട്. ഒരു മരം നിറച്ച ആപ്പിൾ. ഹൈ, ആപ്പിളോട് ആപ്പിൾ. മഞ്ഞ. ഇതെന്തോ സാധനം അച്ചു? ഈ വേറെ പച്ച കളറിൽ ഇരിക്കുന്നേ പീച്ചാണോ? ആ, പീച്ച്. അതന്നെ, ഇത് പീച്ച്. വാ, ഇവിടെ വന്നതിന് ശേഷം കിട്ടുക എന്ത് കിട്ടിയ കണ്ടാൽ ഈ വാവ്. ഇതൊന്ന് വേസ്റ്റ് ബിന്നുകളുടെ സമ്മേളനവും. ഇതെന്താ ഇങ്ങനെ? ഇത് വേസ്റ്റ് എടുക്കാൻ ആൾ വരുന്ന സമയമായിരിക്കും. അങ്ങനെയാണോ? അതുകൊണ്ട് വെച്ചേക്കുന്നതാണോ? പിന്നെന്താ ഇതിങ്ങനെ വെച്ചേക്കുന്നത്? വേസ്റ്റ് ബിന്നുകളുടെ ഒരു റാലി. രണ്ടായി എത്ര എണ്ണം ഉണ്ടടാ? അതെ, ആണേലും എൻ്റെ ആ, ഓക്കെ ഓക്കെ. ആ, മനസ്സിലായി. ഓ, അതിനെന്ത് ഇവിടെ എന്തെങ്കിലും റൂളുണ്ടാവും അല്ലേ? എന്നതാ? പൂക്കൾ പൂക്കൾ പൂക്കൾ. ഇത് നമുക്ക് പിന്നെ ഇതിൻ്റെ ഒരു നമ്മൾ വേസ്റ്റ് ഇടാൻ പോകുമ്പോൾ ഇടാം. എങ്ങനെയാ അതിൻ്റെ പദ്ധതി എന്ന് കാണിക്കാം. ആ, അതെ, റെന്റിന് എടുക്കുന്ന ഇവിടെ അങ്ങനെയാണോ? എനിക്കൊന്നും അതിന് ലൈസൻസ് ഇല്ല. അത് നമുക്കിത് ഈ സാധനം കെട്ടി വലിച്ച് കൊണ്ടുപോകണം നിലയിൽ സെപ്പറേറ്റ് ലൈസൻസ് എടുക്കണം.
സ്വന്തമായി ട്രെയിലർ ഇല്ലാത്ത മറ്റേ മുമ്പേ കാണിച്ച് വെച്ചേക്ക് കൊണ്ടുപോകും. ഈ ടോയ്ലറ്റ് ഇവർ കൊണ്ടുപോകുന്നതാണോ? അത് എവിടെയെങ്കിലും ആയിരിക്കും. കണക്ട് ചെയ്യുന്ന കൊണ്ടുവന്നായിരിക്കും. അതെ അതെ അതെ. സ്വന്തമായിട്ട് ക്യാരവൻ ഇല്ലാത്തവർക്ക് ഈ സാധനം മാത്രം ഇച്ചിരി കുറഞ്ഞ റേറ്റിൽ മേടിക്കാൻ കഴിയും. പക്ഷേ ഇത് നമ്മുടെ വണ്ടിയിൽ കൊളുത്തിയിട്ട് കൊണ്ടുവന്നു. ഇതെന്തോ അച്ഛനെ ബെറിയാണോ ചെറിയാണോ എന്തോ ഇത്? ബ്ലൂബെറി ആണോ? അല്ലല്ലോ, ഇത് എന്ത് സാധനം? അത്തിപ്പഴം പോലെ ഇതല്ലേ? എന്തോ ഒരു സാധനം. വെള്ളപ്പൂ എന്തോ? ഏതാ? അയ്യോ അത് കൊള്ളാമല്ലോ. എന്തെല്ലാം വെറൈറ്റി സാധനം. ഒരു മിനിറ്റ്, ഇത് കണ്ടു കഴിഞ്ഞാൽ മറ്റേ നെല്ലോ ചോളമോ ബാർലി എന്തൊക്കെയോ, അത് വേറെ സാധനം. അത് വേറെ സാധനം. അത് പുഴിച്ചെടി വേറെ. ഇത് ഉള്ളിയല്ലേടാ? ഇത് ഉള്ളിയല്ലേ? അല്ല. ആണോ? അല്ല, ഇതിൻ്റെ അകത്ത് വന്ന ഇത് വരുന്നേ. പിന്നെ എന്തേ ആപ്പിള്? ഓരോ വീട്ടിൽ ഓരോ ആപ്പിൾ മതി. അയ്യോ വേണ്ടടാ, പിയർ. പക്ഷെ ഇതുണ്ടോ ഒച്ചിരിക്കുന്നുണ്ടോ അതിൻ്റെ ഇലയിലും കായലും ഒക്കെ? അയ്യോ ഞാൻ കണ്ടില്ല. ഇവിടെ കർഷകർ നേരിടുന്ന വെല്ലുവിളി. ക്ലാസ് എടുക്കാൻ നമ്മുടെ നാട്ടിൽ നിന്ന് ആരെങ്കിലും മന്ത്രിമാരെ വിളിച്ചാൽ കൊള്ളാമല്ലേ ഈ സാധനം? ഇത് തമിഴ്നാട്ടിലോട്ട് പോകുമ്പോൾ മറ്റേ ആ കാട്ടിൻ്റെ അവിടെയൊക്കെ നിൽക്കത്തില്ലേ വലിയ ഇലയുള്ളൊരു സാധനം ഇങ്ങനെ? അത് തന്നെയാണ് ഇത് അത് തന്നെയാണ്. പക്ഷെ പൂ ഞാൻ കണ്ടിട്ടില്ല അതിൻ്റെ. കൊള്ളാം. അതെന്ത് താഴോട്ട് നിൽക്കുന്നതിൻ്റെ പൂവല്ലേ? ഹായ്, പൂക്കൾ കണ്ട് നമുക്ക് കണ്ണ് മഞ്ഞളിക്കുക എന്ന് പറയത്തില്ലേ? എവിടെ നോക്കിയാലും ഓരോരോ ടൈപ്പുള്ള പൂക്കളാണ്. കളറും അതേപോലെ വ്യത്യാസം. ഇതും കാരവാനാണോ? എന്നതാണ് ഒരു വണ്ടി എടുക്കുക എല്ലാവരും അതിനെ ഇങ്ങനെ ടെന്റ് മറ്റേ ഇങ്ങനെ ആക്കാനുള്ള. ഓഹോ, നമ്മുടെ നാട്ടിലെ ഈ ടൈപ്പ് വണ്ടി നമ്മുടെ മാരുതി ഓമ്നിയുടെ ഇച്ചിരി വലിയ സാധനം. ഈ ഇതൊക്കെ മറ്റേ എന്തോത്തിനുള്ള? സൈക്കിൾ വയ്ക്കാനുള്ള അല്ലേ? ഹായ്. ഇവർക്ക് അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. എന്നാലും കാണിക്കാൻ തണ്ണിമത്തം വാങ്ങിച്ച് കൈ പിടിച്ചുകൊണ്ട് പോവുക. ഇവർക്കിപ്പം ചൂടതേ സ്ട്രോബെറി, വീട്ടിൽ വളർത്തുന്ന സ്ട്രോബെറി, അവനവൻ്റെ പ്ലാന്റ്. വെറുതെ ഫോൺ എടുത്തോണ്ട് ഇറങ്ങുക, ആരുടെയും വീട്ടിൽ എന്തെങ്കിലും കാശ് നിൽക്കുന്നത് എടുക്കുക. അതന്നെ. ആഹാ, കാണാൻ നല്ല. ഇപ്പോൾ വന്ന് തണ്ണിമത്തം വാങ്ങിച്ചുകൊണ്ട് പോയവരുടെ വണ്ടിയാണ്. അവരും വണ്ടിയിൽ കറങ്ങാൻ ഇറങ്ങിയവരാ. ഇത് കണ്ടോ? ഓ, മറ്റേ എന്താ റെഡ് കറന്റാ? പഴുത്തിരിക്കുക. ഇത് തന്നെ റോസ തന്നെയുണ്ടോ വേറെ? പക്ഷേ ഇത് പൂക്കളുടെ റോസാപ്പൂവിൻ്റെ ടൈം കഴിയാറായെന്ന് തോന്നുന്നു. ഞാൻ വന്ന സമയത്ത് ഒത്തിരി റോസപ്പൂ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം കുറവാണ്. അയ്യോ, നല്ല രസമുള്ള പൂക്കൾ. ചേട്ടാ, ഇവിടെ ഇതിങ്ങനെ കാട് പോലെ കിടന്നാൽ ഫൈൻ കിട്ടത്തില്ലേ? വെട്ടി റെഡിയാക്കണം എന്നല്ലേ? അയ്യപ്പാ, എത്ര വയസ്സുള്ളൊരു അമ്മൂമ്മയാണെന്നറിയോ? കണ്ടോ നമ്മുടെ നാട്ടിൽ ഇത്രയും വയസ്സ്. പോയേട്ടാ, അതന്നെ അമ്മൂമ്മ നടക്കും. അമ്മൂമ്മയുടെ ലുക്കൊക്കെ നോക്കി എന്ത് ഭംഗിയാണെന്നറിയാം കാണാൻ. അങ്ങനെയൊന്നും എടുക്കാൻ പാടില്ല. എന്നെ അവർ ചീത്ത പറഞ്ഞ. അയ്യോ, ഈ സാധനം കായുണ്ടാവും? ഇവിടെ സകലത്തിലും കായും പൂവും ഇല്ലാത്തൊരു സംഭവവും ഇല്ല. ഇത് മറ്റേ നാട്ടിലൊക്കെ കാണുന്നുണ്ട്. പക്ഷെ ഇതിന് കായുണ്ടാവുന്ന ഞാൻ ആദ്യമായിട്ട് കാണുമോ? കൊള്ളല്ലേ? ഇത് ക്രിസ്മസ് ട്രീയുടെ അതാണോ? അല്ലേട്ടാ, ആണോ? എനിക്ക് കണ്ടിട്ട് പയറ് പോലെയൊക്കെ തോന്നുന്നു അതിനകത്ത് കിടക്കുന്ന സാധനങ്ങളൊക്കെ കണ്ടിട്ട്. എനിക്ക് പയർ ഇന്നലെ വാങ്ങിച്ചതല്ലേ ഉള്ളൂ.
ഈ ചെടികൾ വളർത്തുന്നവർക്കേ ഇത് വെട്ടിക്കളയാൻ ഒരു ദിവസം കൊടുത്തിട്ടുണ്ടായിരിക്കും. എല്ലാവരും എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ ഈ സാധനം. അങ്ങനെയാണോ? ഇവിടുന്ന് നേരെ പോയിട്ടില്ല. ഇതെന്തു സാധനം? കൊറോണ പോലിരിക്കുന്നു അല്ലേ? നിങ്ങൾ നോക്കിയേ കൊറോണയുടെ അതന്നെ, അതാ ഞാൻ പറയാം, കൊറോണ അല്ലേ. എനിക്ക് താഴെ കാണുന്ന സാധനം കണ്ട് പാവലിൻ്റെ ഇല പോലെ തോന്നുന്നത് എനിക്ക് മാത്രമാണോ? നിങ്ങൾക്ക് രണ്ടുപേർക്കും വല്ലതും തോന്നിയോ? ഒന്നുമില്ല, ഇനിയും പറഞ്ഞിട്ട് കാര്യമില്ല, അത് കഴിഞ്ഞു. തോന്നുന്നുണ്ടല്ലോ. ഇത് മറ്റേ ബന്ദിയൊക്കെ പോലെ ഒന്നിനോടൊന്ന് സാദൃശ്യം ചെന്നാലത്. അയ്യോ അങ്ങനെ കണ്ടില്ലായിരുന്നു. ഇതിന്റെ ഡിക്കി ഡോഗിനും പോകാനുള്ളതാ വണ്ടിയുടെ. ഇവർ നല്ലതായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നല്ലേ, നല്ല ഭംഗിയുണ്ട്. എല്ലാം വെട്ടി ഷേപ്പൊക്കെ ആക്കി. അയ്യോ ഇത് കണ്ടോ, ഇവരുടെ ആപ്പിൾ ട്രീയുടെ മറ്റേ മുഴുവൻ പുഴു പിടിച്ച് കണ്ടോ ചുരുണ്ട്. ചേട്ടാ ഇതൊന്നും മണപ്പിക്കരുതെന്നാ ചേട്ടാ, ഇതിനകത്തൊക്കെ എന്തോ വിഷമുള്ളതുകൊണ്ടെന്ന് ദൈവത്തിനറിയാം. എന്നിട്ട് വേണം ഇനി അവർ ചീത്ത പറയുന്നേക്കാനല്ലേ. ഇവിടുത്തെ ആര് ചീത്ത വിളിച്ചാൽ നല്ല, നമുക്ക് പിന്നെ ഒന്നും എനിക്ക് പിന്നെ ഒന്നും മനസ്സിലാവുന്നുണ്ട്, ഞാൻ രക്ഷപ്പെട്ടു. ആണോ? ഇതെനിക്ക് എന്തുവാണെന്നറിയാം, മോർണിംഗ് ഗ്ലോറി. ഇതെനിക്ക് ഖത്തറിലുണ്ടായിരുന്ന സാധനമാണ്. ആറ് കണ്ടെന്നും പറഞ്ഞ് വല്ല പലക ഇളകിയിരിക്കുവാണെന്ന് നോക്ക് മനുഷ്യന്മാരെ. ഇവരെന്ത് ധൈര്യത്തില്ല എല്ലായിടത്തും ഈ പലക കൊണ്ട് ഇത് കിട്ടുന്നത്. ഈ പലക തടിയോ? മരങ്ങൾ നിൽക്കുന്നത് ഇവിടെ മൊത്തം മരങ്ങളല്ലേ. മാത്രമല്ല ഇവിടെ ഓരോ കൺസ്ട്രക്ഷൻ ഞങ്ങളുടെ പ്രോജക്റ്റിലൊക്കെ മരം വെട്ടിക്കഴിഞ്ഞാലും മരം വെട്ടിയില്ലെങ്കിലും, അതായത് ഒരു പ്രൊജക്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ അതിന് മറ്റേ ഈ പ്രകൃതിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പുതിയതായിട്ടൊരു ടെറിട്ടറി ഉണ്ടാക്കി കൊടുക്കണം. അവരങ്ങനെ ഈ ഉണങ്ങിയ അതൊക്കെ അതിനൊക്കെ ഒരു കമ്പനി ഏൽപ്പിച്ചേക്കാണ്. ഈ ഉണങ്ങിയ കല്ലും കമ്പും ഒക്കെ കൊണ്ടുവന്ന് സെറ്റാക്കി ഉണ്ടാക്കാൻ വേണ്ടി. ഞാൻ വീഡിയോ കണ്ടെത്തരാം. കൊമളയോ? ഇത് കണ്ടാൽ നമ്മുടെ ആമ്പലിൻ്റെ ഇലയോട് സാമ്യമുണ്ട്, പക്ഷെ ഭയങ്കര ചെറുതല്ലേ. എനിക്കും അത്രയും അവിടെ ധൈര്യം വരുന്നില്ല. വാച്ചുമോനെ എന്നാ അവിടെ ഇരുന്നോ, മോനെ അവിടെ ഇരുന്നോ കേട്ടോ. നാളെ രാവിലെ സ്കൂളിൽ പോകാറുമ്പോഴത്തേക്ക് വരണേ. കുളിക്കാൻ തോന്നുന്നുണ്ടോടാ? ഈ വെള്ളം കണ്ടിട്ട് കുളിക്കാൻ തോന്നുന്നുണ്ടോയെന്ന് ചോദിക്കാൻ തന്നെ എനിക്ക് തോന്നിയല്ലോ അല്ലേ. പക്ഷെ ഇത് ഒഴുകുന്ന വെള്ളമൊക്കെ, എന്നാലും എന്താ ഇങ്ങനെ കിടക്കുന്നേ? ഇതിൻ്റെ അകത്ത് ഗ്രീനറി ഒരുപാട് കൂടുതലാണ്. ഇതിനടിയിലെല്ലാം ഒരുപാട് ലിവിങ് ഓർഗാനിസംസ് ഓർഗൻസ്. ഇത് ഇവിടെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ആറ്റിൻ്റെ മട്ടലൊക്കെ പോലെ ഉണ്ട്, പുല്ലൊക്കെ വളർന്ന് അല്ലയോ. ആ ബാ പോയേക്കാം എൻ്റെ അമ്മേ. പക്ഷെ ഇവരുടെ സ്റ്റെപ്പ് കയറാൻ വലിയ പാടാ, ഒന്നിനും ഒരു ഇതില്ല. പക്ഷെ നല്ല രസമാണ്. പക്ഷേ അറിയേ മറ്റേ ചേട്ടാ അങ്ങനെ അത് കാണും. ഇത് കണ്ടോ, വരുവാനില്ലാരുമേ വിജനമാം വീതിയിലിടാൻ പറ്റിയ വഴി. അയ്യോ ശരിയാ, ഒരു വീടിനകത്ത്. പിന്നെ ഇവിടുത്തെ വീടുകൾക്ക് കർട്ടൻ കുറവാണ്. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നാളെ ഇനി അതിന് കർട്ടൻ ഇല്ല. വേണമെന്നവർക്ക് ബ്ലൈൻഡ്സ് ഇടാം. നമ്മൾ കർട്ടനൊക്കെ ചോദിച്ചു വാങ്ങിച്ചിട്ടു. എന്നാലും കൊള്ളാം. ഒന്നുമില്ല. അത് തന്നെ ഇതുവഴി സൈക്കിൾ ഓടിക്കണം. അയ്യോ സ്ട്രോബെറി ആണോ അത്? അല്ല റാസ്ബെറിയോ? ഇത് ഒലിവിൻ്റെ ട്രീ അല്ലേ? അല്ലല്ലേ. നേരെ പോണ ലെഫ്റ്റ് പോണോടാ. നേരെ പോയാലൊന്നുമില്ല. വാ. പക്ഷെ അത് ഞാൻ കാണിക്കുന്നില്ല, അണ്ടർ ഗാർമെന്റ്സ് ആയിരുന്നു മൊത്തം. ഇത് ആരുടെയും വീട് പണിഞ്ഞപ്പോൾ ബാക്കി വന്ന് ഇഷ്ടം കൊണ്ട് ഉണ്ടാക്കി വെച്ചേക്കുന്നതായിരിക്കും അല്ലേ. ഇത് ഞാൻ അതാ മരം കാട്ടിനകത്തിലാണല്ലോ വേറെ പുതിയ മരം കൊണ്ട് വെച്ചിട്ട് കണ്ടോ, അതിന് സപ്പോർട്ടൊക്കെ കൊടുത്ത്. ഇതിനി ഇടയ്ക്കിടയ്ക്ക് ഒരു വണ്ടിയിൽ കുറേ വെള്ളമായിട്ട് വരും, ഒഴിക്കുന്ന കാണാം. വളമൊക്കെ ഇട്ടുള്ള വെള്ളമായിരിക്കും. പിന്നെ ആദ്യമായിട്ട് വെക്കുവാണെങ്കിൽ അതിനകത്ത് മറ്റേ ചാക്കോ എന്തൊക്കെയോ കൊണ്ടിട്ടേക്കുന്ന കണ്ടായിരുന്നു വേറൊരു സ്ഥലത്ത്.
ശരി, അതുപോലുണ്ട് മലയമ്പൂപ്പന്. നമ്മുടെ അവിടേക്ക് അങ്ങനെ വിളക്ക് കത്തിക്കത്തില്ലേ നമ്മളത്. ഇതൊന്ന് ചെടിക്ക് കിളിക്ക് ഫുഡ് കൊടുത്തേക്കുന്ന. ആ അതെ, ഇത് തന്നെ റാന്തലൊക്കെ പോലെ പണ്ടത്തെ ഇല്ല. ഇത് കിളിയുടെ ഫീഡ് നിറച്ച് വയ്ക്കുന്ന സാധനമല്ലേ, ഫുഡ്. മോനെ അത് മൂക്കി കയറും മോനെ. ഇതെന്തുവാ സാധനം? കൊള്ളാം, നല്ല കട്ടിയുണ്ട്, പൂ പോലെ തോന്നുന്നുണ്ട്. പക്ഷേ എന്തരോ എന്തോ. അയ്യോ, മുരിങ്ങയ്ക്കയോ പയറോ ഒക്കെ തോന്നുന്നു. പക്ഷേ ഇതൊരു വലിയ മരമാണ്. കണ്ടോ, കൊന്നയുടെ ഇലയോടൊക്കെ പോലെ എനിക്ക് സാമ്യം തോന്നും. വലിയൊരു മരമാണ്. ആ മരത്തെ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷെ അതങ്ങ് കാട്ടില്ല. കൊള്ളാം, പക്ഷെ കാണാൻ രസമുണ്ട്. ആ സാധനം ഇങ്ങനെ തൂങ്ങി കിടക്കുന്നതാണ്. വലിയൊരു മരം, കുറേ ദൂരം ഇങ്ങനെ പടർന്ന് കിടക്കുന്നു. നല്ല ഹൈറ്റും ഉണ്ട്. രണ്ട് മഹാന്മാർ ഓടിപ്പോയിട്ട് കാണാനില്ല, അതുകൊണ്ട് നിൽക്കുന്നു. നെല്ലി പോലെ ദൂരം കണ്ടപ്പോൾ നെല്ലി പോലെ തോന്നി. നെല്ലിയൊന്നും അല്ല, ഞാനങ്ങ് പറയാം. പക്ഷെ രസമാണ്, എല്ലാതും കാണാൻ രസമാണ്, നല്ല ഭംഗിയാണ്. ഇലകൾ കണ്ട. എന്തോരം മരങ്ങളാന്ന് നോക്കി. ഒരേപോലുള്ള 1, 2, 3, 4, 5, 6, 7 മരമുണ്ട് ഒരേപോലെ. കണ്ട, നല്ല രസമാണ് കാണാൻ. വെറുതെ കൊല്ലല്ലേ. ജോഗിങ് ചെയ്ത് ക്ഷീണിച്ച് അവശനായി വന്നേക്കുന്നത്. ബാഗിലുണ്ട്, എടുത്തു. ഇതേ ആ കാണുന്ന ബിൽഡിങ്ങുകളിൽ ഒന്നാണ് ഞങ്ങളുടെ വീട്. ആ റെഡ് അല്ല ബ്ലാക്ക് ബാൽക്കണിയുള്ള ബിൽഡിങ്ങുകൾ. അതിൽ സെക്കൻഡ് ഫ്ലോറിലെ ഫസ്റ്റ്. അതാണ് നമ്മുടെ വീട്. അതേ, നമ്മുടെ വീടിൻ്റെ താഴെ പുഴയുണ്ട്. ഞാൻ ഈ പറയുന്നതൊക്കെ ചിലപ്പോൾ ആരെങ്കിലും കളിയാക്കുന്നതായിട്ട് പറയുമോ? നമ്മുടെ വീട് പുഴ, ചിലരൊക്കെ അങ്ങനെ പറയാറില്ലേ? ഇവിടെ എല്ലാം. എനിക്ക് ഒരു മിനിറ്റ്, ഞാൻ വ്ളോഗിങ് ചെയ്യും, എന്നെ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. ഇത് ചേട്ടാ, ഇതെന്തോ സാധനം എനിക്കറിയത്തില്ല. കടുക്. ഇത് കടുകാണോ? അല്ലല്ല, കടുകല്ല, കടുക് പോലെ. പക്ഷേ ഇത് എവിടെ നോക്കിയാലും കാട് പോലെ. ഈ മറ്റേ എന്തോ പറയുന്നത്, എല്ലായിടത്തും ഇഷ്ടം പോലെ ഇപ്പോൾ കാണുന്നുണ്ട്. എന്താണോ എന്തോ, ഇതൊന്നും എന്തുവാണെന്നൊന്നും എനിക്കറിയത്തില്ല. കാണാൻ നല്ല രസമാണ് എന്തോ പറഞ്ഞാലും. ഇവിടെ പിന്നെ കാണുന്നൊരു കാഴ്ചയാണേ. അത് വലിയവരെന്നോ ചെറിയവരെന്നോ പിന്നെ അമ്മൂമ്മമാരെന്നോ അപ്പൂപ്പന്മാരെന്നോ ഒന്നുമില്ല. മിക്കവർക്കും പട്ടിയുണ്ട്. ഇത് മറ്റേ ബീഗിളെന്ന് പറഞ്ഞത് അതല്ലേ? അതെ. മാറു കുഞ്ഞി, അതിനെ വഴക്കുണ്ടാക്കാതെ. ഹായ്. ആര്? അതിനെ പിന്നെ നമ്മളെ മൈൻഡ് ആയിട്ടല്ലേ അതിന്. അതേ കൊണ്ടുവന്നൊരു ഹസ്കി. നല്ല രോമുണ്ട് അതിന്. അതെന്നെ നോക്കുന്നടാ. ഒരു ഭയങ്കര ജോഗിങ്. ഞാനിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നടന്നിട്ട് തന്നെ ഇവിടെ ശ്വാസം മുട്ടും. അതെനിക്കറിയാം, നീ അങ്ങോട്ടാ ചേ കൊണ്ടുവന്നെന്ന് എനിക്കറിയാം. അതേതാണാവോ സ്ഥലം? ചേട്ടാ, ഇത് സ്വിമ്മിങ് പൂൾ എന്തെങ്കിലും ആയിരുന്നോ? ഓ ആണല്ലോ. പക്ഷേ ഈ വെള്ളം അത്ര നല്ലതൊന്നും അല്ലല്ലോ. ക്ലീൻ ചെയ്യാതെ ഇട്ടേക്കുവാന്നല്ലേ? പക്ഷെ കൊള്ളാം, നല്ല സൂപ്പർ സ്ഥലമാണേ. ആ നീർക്കാക്കല്ല, മറ്റേ താറാവിൻ്റെ ഇതാ. കൊള്ളാമല്ലേ, നല്ല സൂപ്പർ സ്വിമ്മിങ് പൂള്. ഇരിക്കുക. കിളിയൊന്നും അറിയത്തില്ല, നിന്നെപ്പോലെ ഏതെങ്കിലും പിള്ളേരെ എടുത്തിട്ടായിരിക്കും. അയ്യോ, ചൂണ്ടയിടാനിരിക്കുന്ന പിള്ളേരെ പോലുണ്ട് നാട്ടിലൊക്കെ. ഇരിക്കാൻ വരുന്നു.
അത് ഇവിടെ ഞാൻ വന്നിട്ടില്ലല്ലോ. ഇവിടെ പക്ഷെ ഒരുപാട് ഈച്ച കാണും ഇപ്പം രാത്രി ആയപ്പോൾ. അയ്യോ എന്തുവാ ഇത്, എന്തുവാ അത്? ഇതൊക്കെ എന്താ ചെറുതണം പോലെ ഇരിക്കുന്നൊരു സാധനം. ചേട്ടാ, ഞാൻ ഈ ചെടി മാത്രം ഇങ്ങനെ ചെടി കാണുമ്പോൾ എനിക്കൊരു ആക്രാന്തം തോന്നുന്നതിൻ്റെ കാര്യം എന്താ? എനിക്ക് ഇതെന്താ സാധനം അച്ചോ? ഇംഗ്ലീഷ് ക്യാമ്പോ? വാട്ട് ഈസ് ദിസ്? അങ്ങനെയൊക്കെയാണോ വായിക്കുന്നത്? എംഗൽസ് എന്ത്? പിന്നെ പട്ടിക്ക് അപ്പിടാനുള്ള സ്ഥലമല്ലേ? അതെന്താ പട്ടിയുടെ പിക്ചർ അല്ലേ? പിന്നെ അത് ഉൾഫെന്ന് പറഞ്ഞാൽ നമ്മുടെ ചെന്നായല്ലേ? അയ്യോ, ഞാൻ ഇതുവഴി വാ. അതുവഴി പോണ്ട, ഇങ്ങോട്ട് വാ. അതല്ല, ആ വീടിൻ്റെ ഇപ്പം കയറി പോകത്തില്ലേ, ഇതുവഴി വാ. ഇത് മറ്റേ നമ്മുടെ അവിടെ മലയിലോട്ട് കയറി പോകുന്ന വഴി പോലെ ഇല്ലേ? നമ്മുടെ അവിടെ നാട്ടിലെ പോസ്റ്റ്, മറ്റേ റോഡ് പണി കഴിഞ്ഞിട്ട് പോസ്റ്റ് നടുക്ക് നിൽക്കുന്ന പോലെ ഉണ്ടല്ലേ? കാട് ഇവനുണ്ടല്ലോ കേട്ടാ. കഴിഞ്ഞ ഒരു ദിവസം ഇതുവഴി എന്നെ കൊണ്ടുവന്നിട്ട് ഞാൻ എന്തുവായിരുന്നില്ല, ഒരു സ്ഥലത്ത് കൊണ്ടിട്ട് എന്നോട് പറയാം, അമ്മ ഇവിടെ അമ്മ മലയപ്പൂപ്പൻ്റെ കല്ലിരിക്കുന്നു. ഒരിച്ചിരി മല പോലൊരു ഭാഗമുണ്ട്. മലയിൽ പോണ്ടേ നമുക്ക്? മലയിൽ ഞാൻ പറഞ്ഞു ചേട്ടാ, ഈ വീട്ടിലുള്ളവർക്ക് എന്ത് രസമായിരിക്കും, നല്ല ഇത്. പച്ച പറ ഒരു രസം ഉണ്ടാകത്തില്ല. ആണോ? എന്താ ഭയങ്കര ശബ്ദമായിരിക്കും അല്ലേ? ആ ശരിയാ, ഒന്നും തുറന്നിടാനൊന്നും പറ്റത്തില്ലല്ലോ. ആ ഇവനായി ഇവിടെ ഏറ്റവും കൂടുതൽ സൈക്കിളോട് ഈ ചള്ളക്കകത്തൂടെ എല്ലാം പോകുന്നത് ഇവനാ. ആ ഞാൻ എപ്പോഴും പറഞ്ഞു വിടും സൈക്കിൾ ഓടിക്കുമ്പോൾ ഇങ്ങോട്ട് വരണ്ടാന്ന്. എന്നാ വഴി അറിയുന്നതിൻ്റെ അല്ല മോനെ. ആ ഇതാ ചേട്ടാ, കയറി പോകുമ്പോൾ നമുക്ക് മല ഇവിടെ കൂടെ കയറിയിട്ട് പിറ്റേ ദിവസം നടന്നു വന്നപ്പോൾ എനിക്ക് കാലേ മസിൽ കയറി. വാ. എന്നിട്ട് അപ്പൂപ്പൻ്റെ മുമ്പ് ഇരുന്ന ടേബിൾ ചെയറിൻ്റെ ബെഞ്ചിൻ്റെ അവിടെ വരും. അതെന്തോ കിളിയായിരുന്നു? ഇവിടെ പാമ്പില്ലെന്ന് പറഞ്ഞതുകൊണ്ട് സമാധാനിക്കാം. എന്തിനാ എന്നെ ചവിട്ടുന്നത്? ഞാൻ കണ്ടതാ ഒരു കുഞ്ഞു ബ്രൗൺ കിളി. ഈ മരം കൊള്ളാം അല്ലേ? മൊത്തം മലയും പർവ്വതമുള്ള നാട്ടിൽ മലയ്ക്ക് വേണ്ടിയിട്ട് മല കൊള്ളാം. മലയൊന്നുമല്ല, ഒരു കുന്ന്, ഇച്ചിരി മണ്ണ് കൂന കൂടി കിടക്കുന്നൊരു സ്ഥലം അല്ലയോ? നാട്ടിലെ മറ്റേ കാട്ടിൽ കൂടെ പോകുന്നൊരു ഫീല് വരുന്നു. കോവൽ കയറി കിടക്കുന്നില്ല ആ മരത്തെ മുഴുവൻ. നോക്കിയേ, കോവലൊന്നുമല്ല. അയ്യോ മനുഷ്യരിരിക്കുന്നു. അവർക്ക് വെറുതെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു അവരെ എടുക്കുന്നില്ല. നിങ്ങളെൻ്റെ മുന്നിൽ നടന്നിട്ട് ഞാൻ നിങ്ങളുടെ ബട്ടക്സ് എടുത്തുകൊണ്ട് നടക്കുകയാണ്. എന്തുവാ ഞാൻ കേട്ടില്ല. എന്തുവാ പറഞ്ഞേ? ചേട്ടാ, ഞാൻ എൻ്റെ ചെടിക്കകത്തിടാനേ 2 കല്ലെടുത്തു. 2 കല്ലെടുത്ത് കഴിഞ്ഞിട്ട് വേറൊരു കല്ലെടുത്ത് കഴിഞ്ഞപ്പോൾ അതേ പേരെഴുതി വെച്ചിരുന്നു, പിങ്കിന്നോ. ആ അതെ ഇത് തന്നെ ആയിരുന്നു നോക്കൽ. അപ്പം പിന്നെ അച്ഛൻ അമ്മേ മറ്റേ പോയട്ടാ, ഇതിലുണ്ടായിരുന്നു ഒരു പേരുണ്ടായിരുന്നു, പിങ്കിന്നാണ്.
ഇത് ശരിക്കുള്ള കാടായിരിക്കുമോ ഇവർ വെച്ച് പിടിപ്പിച്ച് കാടാക്കിയതായിരിക്കുമോ? എന്തോ പ്രിസർവേഷൻ ഓഫ് നേച്ചർ. അതായത് വനം ഉണ്ടായിരുന്നതിനെ അതിനെ ഇങ്ങനെ ആക്കി നിർത്തിയെന്നോ? അല്ല, അത് മറ്റേ ഗ്രോണിൻസ്റ്റൈൻ. അപ്പം ഇതെന്തുവാന്ന് ഞാൻ ചോദിച്ചത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഈ സ്ഥലം ഇവരിങ്ങനെ ഉണ്ടാക്കിയതാണോ? ഇത് ഭൂശിക്ഷ എന്തെന്ന് പറഞ്ഞത്? അതിനെക്കുറിച്ച് സെർച്ച് ചെയ്തിട്ട് പിന്നീട് കണ്ടുപിടിക്കാം കേട്ടോ. ശരി, ആയിക്കോട്ടെ. ഇതിന് താഴെയാ കുട്ടൂസിൻ്റെ ആ നമ്മുടെ അപ്പൂപ്പൻ അച്ചു. അയ്യോടാ പാവം മുത്തശ്ശൻ നടൊന്നും വയ്യ കുഞ്ഞ്. ചേട്ടാ അവനത്ര പരിചയം കാണത്തില്ല. അവനെ കമ്പ് കയ്യിൽ നിന്ന് മൊത്തമൊന്നും വീഴല്ലേ. അച്ചു മറ്റേ ഹൈക്കിങ്ങിനൊക്കെ പോകുന്നു. ഹൈക്കിംഗ് എന്നല്ലേടാ പറയുന്നത് അതിന്? ആ ഒരു മനസ്സങ്ങനെ അല്ലേ? 10 മിനിറ്റ് ഇവിടുത്തെ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഒരു വീഡിയോ ഉണ്ടാക്കി ഇടാൻ പറ്റും. എന്ത് ഹൈക്കിങ്ങിന് പോകുന്നല്ലോ. അതിന് വീഡിയോ എടുക്കാനായിട്ട് അതിനൊരു സ്കില്ല് വേണം. ഞാൻ ചുമ്മാ ഈ ഫോൺ പിടിച്ചുകൊണ്ട് നടക്കുന്നു. അച്ഛേ വെള്ളം പച്ച കളറിലെ വെള്ളം ടണ്ടടേ ഇടാനോ? അങ്ങനെ ഇടാൻ സത്യം എന്ത് രസമുണ്ട്. നിക്കടാ. അയ്യോ ഒരു മിനിറ്റ് അച്ഛൻ ഒരു മിനിറ്റ്. ചേട്ടാ ഇതിങ്ങനെ കെട്ടി വെച്ചേക്കുന്നത്. നിക്ക്. ആ കഴിഞ്ഞ ദിവസം ഞാൻ ഇത് കുറേ വീഡിയോ എടുത്ത് എൻ്റെ ഫോൺ നിറച്ചിൻ്റെ വീഡിയോ എടുപ്പുണ്ട്. താറാവ് ഫാമിലിയുടെ. നിക്ക് മോനെ ഞാൻ നിക്കേ ഒരു മിനിറ്റ്. നീ എങ്ങോട്ടാ അറിയാൻ പോന്നെ? ഇറങ്ങോ. പ്രശാന്ത സുന്ദരമായി കിടന്നൊരു സ്ഥലത്ത് വൃത്തികേടാക്കിയപ്പോൾ നിനക്ക് സമാധാനമായല്ലോ. അച്ചടി അയ്യോ ഇത് ശരിക്കും നമ്മുടെ നാട്ടിലെ താറാവ് തന്നെയാ കേട്ടോ. ഇത് പെണ്ണാന്ന് നിനക്ക് എങ്ങനെ അറിയാം? അയ്യോ എന്റെ സൗണ്ട് കേട്ടത് പേടിച്ചു പോയി. എന്റെ ഫോൺ എങ്ങാനും കയ്യിൽ നിന്ന് പോയേ എന്നേക്കുമായിട്ട് അതിനെ ഉപേക്ഷിച്ചു എന്നാണ് അർത്ഥം. അയ്യോ വേണ്ട പോയി. അപ്പം അത്രേ ഉള്ളൂ ഇതിന് ആഴം അല്ലായിരിക്കും അല്ലേ? ഇത് മറ്റേ അസോളയാ അല്ലേ? കണ്ടോ ചെറുതാ കണ്ടോ. അസോള പോലെ എന്തോലും അറിയോ. എന്തോ ഈ തിന്നുന്നേ? തിന്നാൻ പറ്റുമോ നോക്കൂ, എന്നിട്ട് തുപ്പിക്കളയുന്നുണ്ടോ ഈ പായലൊക്കെ? സത്യം എൻ്റെ മേത്തെല്ലാം ഇരിക്കുന്നുണ്ടോ പായല്? അതുകൊണ്ട് 2 3 2 5 അയ്യോ ഉച്ചയും കുത്തി നോക്കിയേ. അയ്യോ സൂപ്പർ ആയിട്ടുണ്ട്. അയ്യോ ഇങ്ങനെ ഉച്ച കുത്തു നിങ്ങള്? അല്ല ഒരെണ്ണം ഇതിന് അടികൂടെ അപ്പുറത്ത് പോയോ? അങ്ങ് ചെന്നോ? പക്ഷെ ഇതിങ്ങനെ ഉച്ച കുത്തുമെന്ന് എനിക്കറിയില്ല. ഇതുകൊണ്ട് തിരിയാത്ത എന്തോ ഞാനത് മറിഞ്ഞ് വീഴത്തില്ലല്ലേ നമ്മൾ മറ്റേ. അയ്യടാ ഇത് ഞാൻ ആദ്യമാണ് ഇത്രയും വയസ്സിനോടൊക്കെ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത് കേട്ടോ. താറാവ് ഇങ്ങനെ ഉച്ച കുത്തി ഫുഡ് നോക്കുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. വേണ്ട അതാണ് ശരിയായി ഇവൻ പറഞ്ഞേ അല്ലേടാ. വീഡിയോയ്ക്ക് വേണ്ടിട്ട് സർക്കസ് കാണിക്കോ? അയ്യോ അത് പറയാം. ഇത്രയും ഞാൻ കാണിച്ചിട്ട് നിനക്ക് വെച്ചിട്ട് ഓടി എന്നുള്ള അതാ അത് ഉദ്ദേശിക്കുന്നത്. പിന്നാമ്പുറം കാണിച്ചിട്ടു അല്ലേ? അതെ ഇതുവഴി പോയാർന്നു. എന്തി അങ്ങ് പോയോ? അതാ എൻ്റെ കൂട്ടിപ്പോയെന്ന് തോന്നുന്നു. എന്തോന്നാ എന്ന് പറഞ്ഞാൽ എന്തുവാടാ? എന്തുവാ അത്? ആ പേരിൻ്റെ അർത്ഥം എന്തുവാ? എന്തിനാ ഇതെന്തോ സാധനം? സ്റ്റേ ചെയ്യാലോ? ചുമ്മാ പറ്റിക്കരുത്. സ്റ്റേജോ? പേടിയാവുന്നു കണ്ടിട്ട്. സത്യം. ഓ അതാണോ എഴുതി വെച്ചേക്കുന്നേ? അതതേലും എഴുതിയിട്ടുണ്ടോ? 1926 ഇത് 26 16 എന്താ മോനെ? അത് പോയി. ഓ ഇതേ കയറാനൊക്കെ പറ്റുമല്ലേ? ഇതേ കയറാൻ. അയ്യോ എന്താണ്ടൊക്കെ അവിടെ ഇരിക്കുന്നു. എന്തോ ഓ
ഈ അവനെൻ്റെ വീട്ടിൽ നിന്ന് കസേര കൊണ്ടുവന്നിരിക്കും അതോ നമ്മളൊക്കെ ഉത്സവത്തിന് പരിപാടി കാണുന്ന പോലെ തറ വന്നിരിക്കുമോ? മാറിക്കാച്ചു, ഞാൻ ഇതിൻ്റെ പുറകിൽ എന്തോ നോക്കിയിട്ട് വരട്ടെ. ബാക്ക് സ്റ്റേജ് ദൈവമേ, ഭയങ്കര ഭീകരത തോന്നുന്നു പിക്ചേഴ്സൊക്കെയാണ്. എന്തോ ഇതെന്തോ വീഴല്ലേ? ഇത് കണ്ടിട്ട് പേടിയാവും. നീ നോക്കി, എനിക്ക് അങ്ങോട്ട് പോകാൻ പേടിയാവുന്നു. വേണ്ട വേണ്ട വേണ്ട, എന്തെങ്കിലും ചെയ്യാം. കാലോട്ട് ഞാൻ കൊണ്ടുപോകത്തില്ല. അയ്യോ, ഒരു മരത്തിൻ്റെ വണ്ണം കണ്ടു. എന്തോ ഇല്ല, പക്ഷെ കൊള്ളാം അല്ലേ മൊത്തത്തിൽ. പേടിപ്പിക്കുക ഉച്ച. മരത്തേലെല്ലാം ലൈറ്റ് വെക്കും. അതേ വെക്കും, ഇതേ വെക്കും, ഇതേ വെക്കും. നിങ്ങളൊക്കെ എന്നെ പറ്റിക്കുന്നതാണോ ഉള്ളത് പറയുന്നത്? സ്റ്റേജ് ഇവിടെ എന്തോ ഉണ്ടാക്കിയിട്ടിരിക്കുക. ശരി, കാട്ടിനകത്ത് എന്തിനാ ഈ സ്റ്റേജ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്? സീരിയസ്ലി എന്തുവായിരുന്നു 1926 ഒന്നുകൂടി പറഞ്ഞേ ഞാൻ കേട്ടില്ലേ. കഷ്ടമുണ്ട്. നിങ്ങൾ ശരിക്കും പറയുന്നതാണോ കള്ളത്തരമാണോ? പറ്റിക്കുന്നതല്ലേ? മറ്റേ ഈ ഗോത്രവർഗ്ഗക്കാരുടെ തലയിൽ വെക്കുന്ന തൂവലിൻ്റെ പോലെ ഇല്ലേ അതിൻ്റെ മുകളിലത്തെ സാധനം. ഞാൻ നിങ്ങളുമായിട്ട് കൂട്ടില്ല പോട്ടെ. അയ്യോ, എന്തോ ഓർഗനൈസേറ്റർ സെറബോസ് ലൈവ് കോൺസേർട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ ലൈവ് കോൺസേർട്ട് നടത്തുന്ന സ്ഥലമാണ്. അതിന്റെ ഓർഗനൈസർ ആയിരുന്നു. ഞങ്ങളുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് വെച്ച് ബെഞ്ചായതൊന്നും കണ്ടോ. 2000 പോയി മരിച്ചുപോയി. ആണോ? അതാണ്ട് ബെഞ്ച് മാത്രം അങ്ങോട്ട് ഓർമ്മയ്ക്ക് വെച്ചു. ബാക്കിയൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. അപ്പൊ അപ്പുറത്തൊക്കെ ഉള്ള ബെഞ്ചുകളും അതും അങ്ങോട്ട് ഓർമ്മയ്ക്കായിരിക്കും. അല്ല, അതിലൊന്നും ഇതില്ലല്ലോ. അത് തന്നെ. എന്നാ വാ വീട്ടിൽ പോ. വരൂ, വീട്ടിൽ പോ. ഞാൻ വരുന്നില്ല. വാ. എനിക്ക് മതിയായില്ല. കൊതു ഞാൻ അങ്ങോട്ട് നടന്നോട്ടെ. ഇങ്ങോട്ട് പോണോന്ന്, ഇങ്ങോട്ടൊരു വഴി, ഇങ്ങോട്ട് അല്ല ഈ വഴി. ഇത് എത്ര വഴിയാ? 3-4 വഴിയോ? മരത്തേല് മാർക്കുണ്ടല്ലേ? പക്ഷേ അയ്യേ, ഇത് സൂര്യപ്രകാശമല്ലേ അജു? അല്ല, മാർക്ക് ചെയ്ത് ഈ വഴി പോയാലാ മറ്റേ കുട്ടൂസൻ്റെ അവിടോട്ട് പോകുന്നു. ചേട്ടാ, കുട്ടൂസൻ ഇവിടെ ഉണ്ട്. ബാ ചേട്ടാ, കുട്ടൂസനെ കാണണ്ടേ? അയ്യോ, കുട്ടൂസനെ കണ്ടിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. വാ. ഓ, കൊതുക് കടിച്ചെന്നെ.
ദേ ആ മരത്തിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇതോ ഒരു പച്ച കളറിലെ സാധനം തൂങ്ങി കിടക്കുന്നുണ്ടോ? മുരിങ്ങ പോലെ, പക്ഷേ നല്ല രസമുണ്ട്. ഇതാ നിങ്ങളന്നേരം വേഗം പോകുന്നില്ല നിങ്ങൾ രണ്ടുപേരും. നടു ഉളുക്കുവേ. ചെറുക്കൻ്റെ കൈ ഊരി പോകുന്നു വിടാൻ. ആ എനിക്ക് മനസ്സിലായില്ല. മോനെ അച്ചേട്ടൻ നടു. ചേട്ടാ ഇതിൻ്റെ കാര്യം ആ ശരിയാ. ഊഞ്ഞാല കെട്ടാൻ പറ്റിയ കൊമ്പുകളല്ലേ. ഇത് മറ്റേ ഏതോ ഒരു സിനിമയ്ക്കകത്തില്ലേ, സമ്മർ ഇൻ ബെത്ലഹേം, അതുകൊണ്ട് ഇതുപോലൊരു വഴി. ഇതൊരു ആവേശത്തിൻ്റെ പേരിൽ ഞാൻ എടുത്ത വീഡിയോയിൽ കണ്ട് നിങ്ങളങ്ങ് ക്ഷമിക്കൂ. ഇവിടെ മറ്റേ ആ ചുമന്ന ഇലയുള്ള മരം കളറ് മാറിയോടാ. അയ്യോ ആ ഇലയുടെ കളറ് മാറി. ചുമന്ന ഇലയായിരുന്നു മുഴുവൻ 2 മരത്തിന്. നല്ല രസമുണ്ടല്ലേ. ഹായ് അടിപൊളി. കൊച്ച മുള്ളൊക്കെ കാണും. ഇങ്ങോട്ട് ഇറങ്ങ. ചെലന്തിയൊക്കെ കാണുമ്പോൾ ഇങ്ങോട്ട് ഇറങ്ങിയോ? അത് തന്നെ. സമയം ഇങ്ങോട്ടുണ്ട്. വാശി ഇങ്ങോട്ടുണ്ടെന്നേ. സമയം ഇങ്ങോട്ട് കാണിച്ചേ. 8:30 രാത്രിയേ. രാത്രി ആയില്ല, പക്ഷെ രാത്രിയാണ്. എനിക്കിവിടുത്തെ ഈ മറ്റേ ഗുഹകൾ, മരത്തിൻ്റെ പൊത്ത്. നമ്മുടെ വീട്ടിലെത്തി.